5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ കൃഷ്ണകുമാർ വീണ്ടും ജാമ്യത്തിനായി പോകേണ്ടി വന്നു. സിനിമാ നടൻ കൃഷ്ണകുമാർ മകളും ദിയയും 4 മക്കളും അച്ഛനും അമ്മയും ഒക്കെ കൂടി അഹാനയും അവരെല്ലാം കൂടി കോടതിയിൽ പോകുന്നു. ഇവിടുത്തെ മുനിസിപ്പൽ സെഷൻ കോടതിയിലേക്ക് അവർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ്, എന്തൊരു കഷ്ടമാണ്. അവർ ഒരു ജുവലറി തുടങ്ങുന്നു. മകൾ അച്ഛനും മക്കളും എല്ലാം കൂടി ലോൺ എടുത്ത് അവർ നടത്തുന്നു. അവിടെ 3 പേരെ പോസ്റ്റ് ചെയ്യുന്നു. അവരുടെ ജാതി മതം ഒന്നും ചോദിച്ചല്ല പോസ്റ്റ് ചെയ്തത്. കൃഷ്ണകുമാർ പറയുന്നു അദ്ദേഹം നായരാണ്, അദ്ദേഹത്തിന്റെ വൈഫ് ഈഴവയാണ്, മകൾ കല്യാണം കഴിച്ച ബ്രാഹ്മണനെയാണ്, ഇത് 2 മക്കൾ ആരെ കല്യാണം കഴിക്കുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വളരെ എല്ലാവരും സൗഹൃദത്തിൽ പോകുന്ന ഒരു കുടുംബമാണ്. മാത്രമല്ല ഈ അവിടെ നിന്ന പെൺകുട്ടികളെ പറ്റിച്ച് ഇതെല്ലാം അടിച്ചു മാറ്റിയ പെൺകുട്ടികൾ പണം 69 ലക്ഷം രൂപയും കുറെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയ പെൺകുട്ടികളുണ്ടല്ലോ, അവർ പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, കള്ളമാണ് പറയുന്നത്. അവർ അവസാനം ജാതി കാർഡ് ഇറക്കി, അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു, കാറിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു, ഏതോ കാറിൽ കയറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞു. വളരെ മോശമായ രീതിയിൽ ആ പെൺകുട്ടികൾ വല്ലാത്ത രീതിയിലേക്ക് അങ്ങ് പ്രവർത്തിച്ചു കളഞ്ഞു. ആരാണ് പെൺകുട്ടികളെ ഉപദേശിച്ചത്? അവർ അബദ്ധം പറ്റി എടുത്തു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവർ 8 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നു, 25 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന് പറയുന്നു. അതിന്റെ വീഡിയോസ് പുറത്തു വരുന്നു, അതിന്റെ ഫുട്ടേജുകൾ വരുന്നു. എന്താണ് ഇത് സംഭവിക്കുന്നത്? ശരിക്കു പറഞ്ഞാൽ വളരെ സിമ്പിളായി മ്യൂസിയം പോലീസിൽ കൃഷ്ണകുമാറിന്റെ പരാതി കിട്ടിയ നിമിഷം തന്നെ പെൺകുട്ടികളെ വിളിച്ചോണ്ട് വരികയും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പതുക്കെ ഇങ്ങെടുത്താൽ മതിയായിരുന്നു. ഗൂഗിൾ അനുസരിച്ചാണല്ലോ മാറിയിരിക്കുന്നത്, ഇത് QR കോഡ് വഴിയാണല്ലോ പൈസ മാറിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ നിങ്ങൾ ഇത്ര രൂപ എടുത്തിട്ടുണ്ടോ, ആ രൂപ എന്ന് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വെച്ച് വേണമെങ്കിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി തീർക്കാവുന്ന ഒരു ചെറിയ കേസാണ്. ഇപ്പോൾ വാദി കയറി പ്രതിയായി. ആ സിനിമ അതിൽ അദ്ദേഹത്തിന് BJP രാഷ്ട്രീയത്തെ ഉണ്ടോ? BJP കാരനല്ലേ, എങ്കിൽ പിന്നെ ഒരു ദിവസം ജയിലിൽ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ എന്നുള്ള ചിന്തയുണ്ടോ? മ്യൂസിയം പോലീസിനെ ആരാണ് ഇതിനെ സമ്മർദ്ദപ്പെടുത്തുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൃഷ്ണകുമാർ കേസ് കൊണ്ട് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അവിടെ പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ പോസിറ്റീവായിട്ട്, ഒരു ചരിത്രത്തിലില്ലാത്ത രീതിയിൽ പോസിറ്റീവായിട്ട് കൃഷ്ണകുമാറിനോട് പെരുമാറിയെന്ന് കൃഷ്ണകുമാർ തന്നെ അവകാശപ്പെടുന്നു, ചാനലുകളിലൊക്കെ വന്ന് പറയുന്നു. അപ്പൊ പിന്നെ ആരാണ് ഇതിന്റെ പിറകിൽ നിന്ന് ഷാഡോ? ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണ്? അത് സാമ്പത്തിക ശക്തികളാണോ, സാമുദായിക ശക്തികളാണോ, അതോ മറ്റെന്തെങ്കിലും അഴിമതിയാണോ? എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നറിയാൻ പൊതുസമൂഹത്തിനൊരു താല്പര്യമുണ്ട്. അതുപോലെ FIR കൊടുക്കുന്നില്ല. FIR അനുസരിച്ചാണെങ്കിൽ 23 വർഷം ജയിലിൽ കിടക്കുന്ന വിവിധ കേസുകളിലൂടെ 7ഓളം കേസുകളാണ് വെച്ചിരിക്കുന്നത് ഇവരെ ഫാമിലിക്ക്. അങ്ങനെ 7 കേസും കൂടെ അങ്ങോട്ട് റിസൾട്ട് ആയാൽ 23 വർഷം ജയിലിൽ കിടക്കുമെന്ന്. എന്തിന്? ഒരു വ്യവസായം തുടങ്ങിയതിന്, ഒരു സ്ഥാപനം തുടങ്ങിയതിന്. എന്താ അവർ ചെയ്ത തെറ്റ്? ഒരു സ്ഥാപനം തുടങ്ങി, 3 സ്ത്രീകൾക്ക് ജോലി കൊടുത്തു, 3 പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു. എന്തൊരു വിരോധാഭാസമുള്ള നാടാണിത്. ഇവിടെ കിറ്റക് സാബു ഒക്കെ പറയുന്നത് കറക്റ്റ് അല്ലേ? കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി പറയുന്നത് ശരിയല്ലേ? ആന്തൂറിലൊരു വ്യവസായി ആത്മഹത്യ ചെയ്ത നാടല്ലേ? ഇവിടെ വ്യവസായം നടത്താൻ പറ്റുമോ? രാജീവൊക്കെ വന്നിരുന്ന് മുട്ടിന് തട്ടി ബഹളം ഉണ്ടാക്കിയാൽ ഇവിടെ വ്യവസായം വരുമോ? ഇവിടെ പ്രായോഗികമായിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കൂ? ഉടൻ ബൂർഷയായി, പെറ്റി ബൂർഷയായി, സാമ്രാജ്യത്വമായി, കോർപ്പറേറ്റായി, എന്തൊക്കെയായി. സർക്കാരിന് ഇത് വല്ലതും ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. സ്വകാര്യ വ്യക്തികൾ ലോൺ എടുത്തോ എന്തെങ്കിലും രൂപത്തിലോ, അതേ ഇപ്പൊ കൃഷ്ണകുമാർ ആണെങ്കിൽ സിനിമയിൽ അഭിനയിച്ചോ ബാക്കി വെച്ച പൈസ കൊണ്ട് എന്തെങ്കിലും, അല്ലെ കുടുംബ സ്വത്തോ എന്തെങ്കിലുമൊക്കെ വെച്ച് തുടങ്ങുമ്പോ അതിനെ ഉപദ്രവിച്ച് വാദിയെ പ്രതിയാക്കി ജാമ്യത്തിന് വേണ്ടി കോടതിയുടെ മുന്നിൽ ചെന്ന് എനിക്കൊരു ജാമ്യം തരുമോ, മക്കൾക്കും എന്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും ജാമ്യം തരുമോ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു കലാകാരൻ ചെന്ന് നിൽക്കുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വളരെ പരിതാപകരമാണ്. നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് പറയുക എന്നറിയില്ല. എന്തായാലും കൃഷ്ണകുമാറിന് ജാമ്യം ലഭിക്കുന്നതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ജാമ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോകും, പിന്നെ സുപ്രീം കോടതി, ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട ഒരു വിഷയം പോലും ഇല്ലാത്ത കാര്യത്തിലാണ് ഇപ്പോൾ വിപുലമായ കേസുകൾ, തൊട്ടിക്കൊണ്ടുപോകൽ, അവരിൽ നിന്നുള്ള പണാപകരണം, അവരെ ഭീഷണിപ്പെടുത്തൽ, അവരെ ജാതി പറയൽ, പെൺകുട്ടികളെ പീഡിപ്പിക്കൽ, എന്തെല്ലാം കേസാണ്. എത്ര മനോഹരമായ വ്യവസ്ഥകളൊക്കെയാണ് പാവപ്പെട്ട കൃഷ്ണകുമാറിന്റെ മണ്ടയിൽ വച്ചിരിക്കുന്നത്. അതിഗംഭീരമായിരിക്കുന്നു. ഒരു നല്ല സിനിമ പോലെ ഉണ്ട് കാര്യങ്ങൾ. നടക്കട്ടെ. അവസാനം കഥാന്ത്യം എന്ത് നടക്കുമെന്ന് നമുക്ക് ലാസ്റ്റ് സീനിൽ കാണാം.